ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ഇതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ ഒഫീഷ്യൽ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ODA എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പുറകിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ജോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് എ കൺട്രി വിത്ത് ദി പർപ്പസ് ഓഫ് അക്വയറിംഗ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പോൾ ഫിസിക്കലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സിനോ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി കടന്നു പോകുന്ന ക്യാപിറ്റലിന് അതിനെ പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. പക്ഷേ ഇതിന്റെ എല്ലാം മെഷർമെന്റ്, ഇത് എത്രത്തോളമാണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു സിസ്റ്റമാണ് ഉള്ളത്. അതിനെയാണ് ഒഫീഷ്യൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ODA എന്ന് പറയുന്നത്. ഫോറിൻ എയ്ഡ് ഫ്ലോ, അതായത് മറ്റുള്ളവർക്ക് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫണ്ടിന്റെ ഫ്ലോ ആണ് ശരിക്കും ഇതിൽ മെഷർ ചെയ്യുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ദിസ് ഇസ് എ ഗവൺമെന്റ് എയ്ഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനും അതുപോലെ വെൽഫെയറിനും വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ് ഒഫീഷ്യൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചാനലൈസ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസോ അല്ലെങ്കിൽ വേൾഡ് ബാങ്കോ പോലെയുള്ള മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ഏജൻസികളാണ്. അവരാണത് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ പറയുന്ന രാജ്യങ്ങൾ, അതായത് ആ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന OECD ആണ്. OECD മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിസ്റ്റിൽപ്പെട്ട ODA രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ODA എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഫ്ലോ ടു എന്താണ് ODA? ODA എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഫ്ലോ ടു ഓർ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ഫോർ ഡെവലപ്മെന്റൽ പർപ്പസസ് ബൈ ഒഫീഷ്യൽ സെക്ടർ, ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് ഫണ്ട്സ് ആസ് ഗ്രാൻഡ്സ് ഓർ സോഫ്റ്റ് ലോൺസ്. പക്ഷെ ഇതിന്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനേഷൻ ശരിക്കും പറയുന്നത് OECD ആണ്. അതായത് ദോസ് ഫ്ലോസ് ടു കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് ഓൺ DAC ലിസ്റ്റ് ഓഫ് ODA റെസിപ്പിയൻസ്. DAC ലിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് കാണും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് OECD ആണ്. അത് പീരിയോഡിക്കലി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന അസിസ്റ്റൻസ് ആണ്. പക്ഷെ അത് ആരാണ് കൊടുക്കുന്നത്? മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒഫീഷ്യൽ ഏജൻസികൾ വരും, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റുകൾ വരും, അല്ലെങ്കിൽ അവരുടെ എക്സിക്യൂട്ടീവ് ഏജൻസികൾ വരും. ആ ഓരോ ട്രാൻസാക്ഷനും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കൃത്യമായിട്ട് ഇതുപോലുള്ള മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റും വെൽഫെയറും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഈ കൊടുക്കുന്ന അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കൺസെഷണൽ നേച്ചറിലുള്ള ഒരു അസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ഡെഫിനേഷനും കാര്യങ്ങളും എല്ലാം OECDയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് കിട്ടും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ODA ഫ്ലോസ് എന്ന് പറയുന്നത് 4 തരത്തിലാണ് ഉള്ളത്. ഒന്ന് കമ്മിറ്റ്മെന്റ്, അതായത് ആ ഫേം അണ്ടർടേക്ക് ചെയ്യുവാണ്, ഞാൻ ഇത്ര രൂപ പ്രൊവൈഡ് ചെയ്തോളാം, നിങ്ങളൊരു റിക്വസ്റ്റ് വെക്കാൻ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര രൂപ തരാം. അതൊരു കമ്മിറ്റ്മെന്റ് പോലെയാണ് അത് ഡീൽ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഡിസ്ബേഴ്സ്മെന്റ് ആണ്. അതായത് ചോദിക്കുമ്പോൾ തന്നെ ആ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ആക്ച്വൽ പേയ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ്, ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്രാൻഡ് ആണ്. ഗ്രാൻഡ് എന്ന് പറയുന്നത് നോൺ റീപേയബിൾ ആയിട്ടുള്ള പേയ്മെന്റുകളാണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അത് അവർക്കൊരു അസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ കൊടുത്തു. നാലാമത്തെ ടൈപ്പ് ലോൺ ആണ്. ലോൺ എന്ന് പറയുമ്പോൾ കടമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നല്ല, വളരെ നോമിനൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. ഇത് റീപേ ചെയ്യേണ്ടതാണ്. ഗ്രാൻഡ് റീപേ ചെയ്യേണ്ടതല്ല, പക്ഷെ ലോൺ റീപേ ചെയ്യേണ്ടതാണ്. അതാണ് ഗ്രാൻഡും ലോണും തമ്മിലുള്ള വ്യത്യാസം. ദെൻ ODAയുടെ എലിജിബിൾ കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് OECDയുടെ വെബ്സൈറ്റിലാണ് പറയുന്നത്. അതിൽ
DAC ലിസ്റ്റ് ഓഫ് ODA റെസിപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ് OECD മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് 2024ലെയും 2025ലെയും ലിസ്റ്റ്, അതായത് ഇപ്പോൾ ആരെല്ലാമാണ് ഏതെല്ലാം രാജ്യങ്ങളാണ് എന്നുള്ളത് അവർ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാ 3 വർഷം കൂടുമ്പോഴും അവർ റിവ്യൂ ചെയ്യും. ആ ലിസ്റ്റ് OECDയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഒഫീഷ്യൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് ചില എലിജിബിൾ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വഴിയാണ് മൂവ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും യുണൈറ്റഡ് നേഷൻസും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ചില ഫണ്ട്സ് ഉണ്ട്. പിന്നെ യൂറോപ്യൻ കമ്മീഷൻ ഉണ്ട്, IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്. വേൾഡ് ബാങ്കിന്റെ IDA എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. IDA പറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിന്റെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആക്ടിവിറ്റീസ് മുഴുവൻ ചെയ്യുന്നത് ഇതുവഴിയാണ്. പിന്നെ റീജിയണൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട്. പിന്നെ വേറെയും മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ഏജൻസികൾ വേറെയും ഉണ്ട്. ദെൻ ഈ ODയുടെ കാര്യങ്ങൾക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസിലാണ് അവർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഡെവലപ്മെന്റ് പ്രൊജക്ട് ആണ്. ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിരിക്കും ആ DAC ലിസ്റ്റിൽ വരിക. അവരെ ഡെവലപ്പ് ചെയ്യാൻ തക്ക രീതിയിലുള്ള എന്തെല്ലാം പ്രൊജക്ട്സ് ഉണ്ടോ അതെല്ലാമാണ് മെയിനായിട്ട് ODA എലിജിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നാച്ചുറൽ അല്ലെങ്കിൽ മാൻമേഡ് ഡിസാസ്റ്റേഴ്സ് എമർജൻസി എയ്ഡ് ആയിട്ട് വരാം. പിന്നെ MDA മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ഏജൻസി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് വരാം. ഫുഡ് എയ്ഡ് വരാം. റെഫ്യൂജീസിന് കൊടുക്കുന്ന എയ്ഡ് വരാം. പിന്നെ സ്കോളർഷിപ്സ് വരാം. കൾച്ചറൽ പ്രോഗ്രാംസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരാം. ഒഫീഷ്യൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് വരാം. ടാരിഫുകൾ കുറയ്ക്കുന്നതായിരിക്കാം ആ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് വരുമ്പോൾ. അതെല്ലാം ഈ പറയുന്ന ODയുടെ കീഴിലേക്ക് വരും. പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ കോമൺ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഡെവലപ്മെന്റ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ആണ് ഈ പറയുന്ന ODA. അപ്പോൾ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പോളിസിയെ അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതൊരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യും എല്ലാവരുടെ ഇടയിൽ. എല്ലാവരും പ്രോസ്പർ ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു അക്കൗണ്ടബിലിറ്റി ഇതുവഴി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ODA എന്നൊരു സിസ്റ്റം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് കൊണ്ട് അത് കൊടുക്കുന്ന ആളും അത് മേടിക്കുന്നയാളും കൃത്യമായിട്ട് ആ ഫണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കൊടുത്തേക്കുന്നത് അതിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. പിന്നെ റെസിപ്പിയൻ കൺട്രിക്കും ഡോണർ കൺട്രിക്കും നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഈ പറയുന്ന ODA സിസ്റ്റം എനേബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചർ പോളിസി ഡിസിഷൻസ് ഡ്രൈവ് ചെയ്യുന്നത് ഈ ODA സിസ്റ്റം വഴി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ODയുടെ ഫണ്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ പ്രൊജക്റ്റ് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസിന് വേണ്ടിയിട്ടും ഫ്യൂച്ചർ ആയിട്ടുള്ള പോളിസി ഇംപ്ലിക്കേഷന് വേണ്ടിയിട്ടും ഈ ODയുടെ ബെനിഫിറ്റ്സ് പറ്റിയ രാജ്യങ്ങളെ അവരെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനൊക്കെ കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അത് മെഷർ ചെയ്യുന്ന ഒഫീഷ്യൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് എന്താണ്, അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, എന്തെല്ലാം ഫ്ലോ ആണുള്ളത്, അതിൽ ആരെല്ലാം എലിജിബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ആ OECDയുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ODA മെയിൻ ആയിട്ട് കൊടുക്കുന്നത് OECD മെയിൻറ്റെയിൻ ചെയ്യുന്ന DAC ലിസ്റ്റിലുള്ള രാജ്യങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ODയുടെ ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു.